മേയർ ഡ്രൈവർ നടുറോഡിലെ തർക്കവുമായി ബന്ധപ്പെട്ടത് TDF കോൺഗ്രസ് അനുകൂല യൂണിയന്റെ പ്രതിഷേധം തത്സമയ സംരക്ഷണത്തിലേക്ക്. ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിച്ചവർ എന്തുകൊണ്ട് മേയർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് TDFന്റെ പ്രധാന ആക്ഷേപം. മോശമായ രീതിയിലൂടെ ആ വണ്ടി തടഞ്ഞിട്ട് അവർക്കെതിരെ ഒരു കുഞ്ഞു കേസ് കൊടുക്കുവാൻ പോലും മാനേജ്മെന്റ് തയ്യാറായില്ല. അതിനെതിരെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് മാന്യമായ ന്യായമായ നീതി കിട്ടിയില്ലെങ്കിൽ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കില്ല. ഞങ്ങൾ താടിപ്പഴർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി TDFന്റെ ആരാധ്യനായ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ആരാധ്യനായ വിൻസെന്റ് MLA അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ അജയൻ, ശ്രീ സോണി, പ്രിയപ്പെട്ട ശ്രീ രാജേഷ്, ശ്രീ ഷിബു ഉൾപ്പെടെ ഇവിടെ ഇന്ന് ഈ പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ നഗരം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ ഗുണ്ടായിസത്തിനാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഒരു KSRTC ബസ്സിനെ റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് ആ ബസ്സിനെ അതിന്റെ യാത്രയെ തടസ്സപ്പെടുത്തി ഡ്രൈവറുടെ ഡോറ് ബലമായി വലിച്ചു തുറന്ന് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും പോലീസിന്റെ സഹായത്തോടുകൂടി ആ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയും യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിടുകയുമാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് മേയറും MLAയും സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് പിന്നീട് അവർ ചമച്ച ഭാഷ്യം ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദൃശ്യങ്ങളിൽ കാണുന്നുമുണ്ട്. രാത്രിയിൽ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൽ ഡ്രൈവറെ പോലും കാണാൻ പുറത്തുള്ളവർക്ക് കഴിയില്ല എന്നിരിക്കെ ഈ സംഭവം വിവാദമായപ്പോൾ മേയർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിരോധം മാത്രമാണ് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളത്. ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത് എന്താണ്? പോലീസിനെയോ KSRTC അധികൃതരെയോ ഒരു ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ പോലും ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നിരിക്കെ ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് അവരുടെ അഹങ്കാരമാണ്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഓടാൻ KSRTCക്ക് എന്ത് അധികാരം? ഞങ്ങളല്ലേ ഈ കാറിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര സുഗമമാക്കാൻ മറ്റു വാഹനങ്ങളെല്ലാം മാറിക്കൊടുക്കണം എന്നുള്ള അഹങ്കാരമാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. അഹങ്കാരത്തിന്റെ ട്രാൻസ്ലേഷനായി CPM മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തി പോലും, CPMൽ ഒരാൾ പോലും ഈ അഹങ്കാരം നിറഞ്ഞ, ഈ തനി ഗുണ്ടായിസം നിറഞ്ഞ ഈ പ്രവർത്തനത്തെ തള്ളിപ്പറയാൻ CPMൽ ഒരാൾ പോലുമില്ല എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPMന്റെ സൈബർ സഖാക്കളും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇത്തരത്തിലുള്ള എന്ത് നടപടിയും ഞങ്ങൾ വീണ്ടും ആവർത്തിക്കും എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ്. ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പുലർച്ചെ 2:30 മണിക്കാണ് ഡ്രൈവർ വിധു ഇവിടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് യാത്ര ആരംഭിച്ച് കോട്ടയം വഴി തൃശൂരിൽ പോയത്. രാവിലെ 10 മണിക്ക് അവിടെ എത്തുന്നു. 12:30 വീണ്ടും അവിടെ നിന്ന് തിരിച്ച് യാതൊരു വിശ്രമവുമില്ലാതെ തിരിച്ച് വന്ന് രാത്രി 10:30 മണിയായപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവം ഉണ്ടായ ഉടനെ പോലീസ് വന്ന് ഒരു അന്വേഷണവും നടത്താതെ ഭരണകക്ഷി അംഗങ്ങൾ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന വെറും ഭരണകക്ഷി അനുകൂലമായിട്ടുള്ള ഒരു DYFIക്കാരെയും CPMകാരെയും പോലെ പെരുമാറിയിട്ടുള്ള പോലീസ് ഒന്നും അന്വേഷിക്കാതെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. തലേ ദിവസം മുഴുവനും ഉറക്കമിളച്ച ഡ്രൈവറെ ആ രാത്രി മുഴുവനും പോലീസ് സ്റ്റേഷനിൽ ഒരൊറ്റ വിശ്രമിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവിടെ ഇരുത്തിയിരിക്കുന്നു. തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ടത്? പോലീസ് ചെയ്യേണ്ടത് ആ ഡ്രൈവർ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിൽ 2 പോലീസുകാർക്ക് കയറാം. എന്നിട്ട് തമ്പാനൂരിൽ വന്ന് യാത്രക്കാരെ മുഴുവനും ലക്ഷ്യസ്ഥാനത്ത് ഇറക്കിയതിന് ശേഷം നടപടി ആരംഭിക്കാം. പക്ഷെ മേയറും ഭരണകക്ഷി MLAയുമാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് യാത്രക്കാർ പെരുവഴിയിലായാലും കുഴപ്പമില്ല, ബസ് അവിടെ തന്നെ നടു റോഡിൽ കിടന്നാലും കുഴപ്പമില്ല എന്ന ഒരു ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് ഈ ഭരണകക്ഷി MLAയുടെ മുന്നിൽ മുട്ടുവിറച്ചുകൊണ്ടാണ്
പോലീസ് ഈ നിയമവിരുദ്ധമായ നടപടികൾക്ക് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാം, ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന യാത്രക്കാർ തമ്പാനൂർ സ്റ്റേഷനിൽ ഇറങ്ങി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ, കാട്ടാക്കടയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ പാറശാലയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്കെല്ലാം പോകാൻ അവർക്ക് ബസ് കിട്ടുന്നത് തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ പോലും എത്താതെ അവരെ പാളയത്ത് തന്നെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം, MLA തന്നെ പോയി അവരെ ഇറക്കി വിട്ടു എന്നുള്ളതാണ്. ഈ മേയർ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ, എന്തെങ്കിലും ന്യായം മേയറുടെ ഭാഗത്തുണ്ട് എങ്കിൽ എന്തിനാണ് റെക്കോർഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളാണ് ശരിയെങ്കിൽ ആ വീഡിയോ പരസ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ? മേയർ അല്ലേ? ഞങ്ങൾ